ബികോം, BBA, MCOM, MBA പോലെയുള്ള കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഷെയർസ് എന്ന് പറയുന്ന ഒരു പാർട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ BBA പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മേജറായിട്ടും BBA പ്രൊവൈഡ് ചെയ്യുന്ന മൈനറായിട്ടും വരുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള സോഴ്സ് ഓഫ് ഫിനാൻസിങ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ടാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനത്തിലേക്ക്, ഒരു ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് നോർമലി ഫിനാൻസ് ഫണ്ട് കണ്ടെത്തുന്ന സോഴ്സസ്, ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ലൈഫ് ബ്ലഡ് ഓഫ് ദി ബിസിനസ് ആണ്. ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഒരു ഹ്യൂമൻ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ബ്ലഡ് എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഫിനാൻസ് ഈസ് റിക്വയർഡ് ഫോർ സ്റ്റാർട്ടിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ ബിസിനസ് എൻ്റർപ്രൈസസ്. ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനും ആ ബിസിനസ് പ്രവർത്തിക്കുന്നതിനും എന്താവശ്യമാണ്? ഫിനാൻസ് ആവശ്യമാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്നുള്ളതാണ്. സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ മെയിനായിട്ട് സോഴ്സ് ഓഫ് ഫിനാൻസിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഷോർട്ട് ടേം സോഴ്സ്, അതേപോലെ രണ്ടാമത്തത് മീഡിയം ടേം സോഴ്സ്, ദെൻ മൂന്നാമത്തത് ലോങ് ടേം സോഴ്സ്. ഇങ്ങനെ 3 തരത്തിലാണ് സോഴ്സ് ഓഫ് ഫിനാൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ലോങ് ടേം സോഴ്സസിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യാണ്. ലോങ് ടേം സോഴ്സ്, ഓണർഷിപ്പ് ആൻഡ് ഡെപ്റ്റ് സോഴ്സ്, കൺവെൻഷണൽ ആൻഡ് ഇന്നോവേറ്റീവ് സോഴ്സസ്, ഇങ്ങനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. ഓക്കെ, എന്താണ് കൺവെൻഷണൽ സോഴ്സസ് എന്ന് പറയുന്നത്? കൺവെൻഷണൽ സോഴ്സിൽ ട്രഡീഷണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ഉണ്ടാകാം. അതായത് ട്രഡീഷണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിട്ടേൺ ഏർണിങ്സ്, ഡിബെഞ്ചേഴ്സ്, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ട്രഡീഷണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇനി ഇന്നോവേറ്റീവ് സോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ലീസ് ഫിനാൻസിങ്, ഹൈബ്രിഡ് ഫിനാൻസിങ്, വെഞ്ചർ ക്യാപിറ്റൽ, ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്, പ്രൈവറ്റ് ഇക്വിറ്റി, വാറണ്ട്, കൺവേർട്ടിബിൾസ്, ഇതൊക്കെ ഇവിടെ ഇന്നോവേറ്റീവ് സോഴ്സ് ആണ്. ഇന്നോവേറ്റീവ് സോഴ്സ് എന്ന് പറയുന്നത് മോഡേൺ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന ഒരു പാർട്ടാണ് ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റലിനെ നമ്മൾ കുറേ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള മൂലധനം, ക്യാപിറ്റൽ, അതിനെ നമ്മൾ കുറേ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഓരോ യൂണിറ്റിനെയും നമ്മൾ പറയുക ഷെയർസ് എന്നാണ് പറയുക. ദി ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഈക്വൽ യൂണിറ്റ്. ഇതിനെയാണ് നമ്മൾ ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ മെയിൻലി 2 ടൈപ്പ് ഓഫ് ഷെയർ. 2 ടൈപ്പ് ഓഫ് ഷെയർ ആണ് വരുന്നത്. ഇക്വിറ്റി ഷെയർ ആകാം, അതല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ആകാം. ഒന്നുകിൽ ഇക്വിറ്റി ഷെയർ ആകാം, അതല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ആകാം. എന്താണ് ഇക്വിറ്റി ഷെയർ? കോമൺ സ്റ്റോക്ക് എന്ന് പറയും. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണേഴ്സ് ക്യാപിറ്റൽ എന്നാണ് ഇതിനെ പറയുക. ഓണേഴ്സ് ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ഓണേഴ്സ് ക്യാപിറ്റൽ എന്നാണ് ഇക്വിറ്റി ഷെയറിനെ അറിയപ്പെടുന്നത്. അത് ഇക്വിറ്റി ഷെയർ ഡു നോട്ട് ക്യാരി എനി പ്രിഫറൻഷ്യൽ റേറ്റ്. ഒരു പ്രിഫറൻഷ്യൽ റേറ്റ് ക്യാരി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇക്വിറ്റി ഷെയറിൻ്റെ പ്രത്യേകത. ഇൻ റെസ്പെക്ട് ഓഫ് ഡിവിഡൻഡ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഡിവിഡൻഡ് കൊടുക്കുന്നതിലും ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് നടത്തുന്നതിലും പ്രിഫറൻഷ്യൽ റേറ്റ് ഇല്ലാത്ത ഷെയർ ആണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ എന്തൊക്കെയായി അറിയപ്പെടും? ഓൾസോ കോൾഡ് ഓർഡിനറി ഷെയർ എന്ന് പറയും, കോമൺ സ്റ്റോക്ക് എന്ന് പറയും, ഇക്വിറ്റി സ്റ്റോക്ക് എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ എന്താണ് ഇക്വിറ്റി ഷെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇക്വിറ്റി ഷെയർ ഈസ് ദി ഓണേഴ്സ് ക്യാപിറ്റൽ ഇൻ ദി കമ്പനി. ഓക്കെ, ഇറ്റ് ഡു നോട്ട് ക്യാരി എനി പ്രിഫറൻഷ്യൽ റേറ്റ് റിഗാർഡിംഗ് ഡിവിഡൻഡ് പേയ്മെൻറ്റ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓർഡിനറി ഷെയർസ്, കോമൺ സ്റ്റോക്ക്, ഇക്വിറ്റി സ്റ്റോക്ക് എന്നൊക്കെ ഇതിനെന്ത് ചെയ്യും? അറിയപ്പെടുമെന്ന്
എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഡിവിഡൻഡ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർ ഓൺലി ആഫ്റ്റർ പേയിങ് എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം മാത്രമേ ആർക്ക് ഡിവിഡൻഡ് കൊടുക്കുകയുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇക്വിറ്റി ഷെയറിൻ്റെ ഒരു പ്രത്യേകത. ദി റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർ നോട്ട് ഫിക്സ്ഡ് ആണ്. എന്നാൽ പ്രിഫറൻസ് ഷെയറിൻ്റെ എന്താണ്? പ്രിഫറൻസ് ഷെയറിനത് ഡിവിഡൻഡ് ഫിക്സ്ഡ് ആയിരിക്കും. എന്നാൽ ഇക്വിറ്റി ഷെയറിൻ്റെ ഡിവിഡൻഡ് എന്താണ്? നോട്ട് ഫിക്സ്ഡ് ആണ്. ഇനി ഇക്വിറ്റി ഷെയർസ് ഗെറ്റ് ഫുൾ വോട്ടിംഗ് പവർ. ഇവിടെ ഇക്വിറ്റി ഷെയറിൻ്റെ പ്രത്യേകത എന്താണ്? ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്, ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് റിയൽ ഓണേഴ്സ് ഓഫ് ദി എന്താണ് ഓർഗനൈസേഷനാണ്. അവർക്ക് എന്തുണ്ടാവും? ഫുൾ വോട്ടിംഗ് പവർ ഉണ്ടാകും എന്നുള്ളതാണ്. ഫുൾ വോട്ടിംഗ് പവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാകും. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനം തന്നെയാണ്, ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് നോട്ട് ഫിക്സ്ഡ്. രണ്ടാമത്തത് ദ കനോട്ട് ബി റെഡീംഡ് ഡ്യൂറിങ് ദി ലൈഫ് ഓഫ് ടൈം ഓഫ് ദി കമ്പനി. ദെൻ ഇക്വിറ്റി ഷെയർ ഹാവ് എ ക്ലെയിം ഓൺ ദി റെസിജ്വൽ ഇൻകം ഓഫ് ദി കമ്പനി. ദെൻ നെക്സ്റ്റ്, ഇൻ ദി ഇവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ് ലാസ്റ്റ്. ദെൻ ഇക്വിറ്റി ഷെയർസ് ആർ റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. ദെൻ ലാബിലിറ്റി ഓഫ് ദി ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഈസ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? whenever a public company issue fresh equity share, they are to be offered first to equity shareholders. This is known as the preemptive rate എന്നും ഇതിനെ അറിയപ്പെടും. ഇക്വിറ്റി ഷെയറിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡിവിഡൻഡ് ഫിക്സ്ഡ് അല്ല. അതേപോലെ തന്നെ ദ കനോട്ട് ബി റെഡീംഡ് ഡ്യൂറിങ് ലൈഫ് ഓഫ് കമ്പനീൻ്റെ പീരീഡ് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് റിഡീം ചെയ്യാൻ പറ്റുകയില്ല. ഇനി എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവ് എ ക്ലെയിം ഓൺ റെസിജ്വൽ ഇൻകം. റെസിജ്വൽ ഇൻകത്തിൽ നിന്നുണ്ടാകും ക്ലെയിം ഉണ്ടാകും എന്നാണ് അവസാനത്തെ ഇൻകത്തിൽ. ഇൻ ദി ഇവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ് ലാസ്റ്റ്. അവസാനം പൊട്ടിക്കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് എപ്പോഴാണ്? അവസാനമാണ് കൊടുക്കുന്നത്, ലാസ്റ്റാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ റിയൽ ഓണേഴ്സ് ആണെന്നുള്ളതും ജസ്റ്റ് മനസ്സിലാക്കും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ് ടു കമ്പനിക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? ദിസ് ഈസ് ദി പെർമനൻറ്റ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. ഓർഗനൈസേഷൻ്റെ എന്താണ്? ഒരു പെർമനൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. കമ്പനിക്കുള്ള അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. രണ്ടാമത്, ദർ ഈസ് നോ ഫിക്സ്ഡ് ഒബ്ലിഗേഷൻ. ഒരു ഫിക്സ്ഡ് ഒബ്ലിഗേഷൻ ഇല്ല ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുക്കാൻ എന്നുള്ളതാണ്. ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് വിത്തൗട്ട് ക്രിയേറ്റിംഗ് എനി ചാർജ് ഓൺ ദി അസറ്റ് ഓഫ് ദി കമ്പനി. ഓക്കെ, അതായത് ഇക്വിറ്റി ഷെയറിന് മുകളിൽ പ്രത്യേകമായിട്ടൊരു ചാർജൊന്നും എന്ത് ചെയ്യുന്നില്ല? ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇൻക്രീസസ് ദി ക്രെഡിറ്റ് വേർത്തിനെസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ക്രെഡിറ്റ് വേർത്തിനെസ് എന്ന് പറഞ്ഞാൽ കടം കൊടുത്തു വിട്ടാനുള്ള കഴിവിനെ ഇൻക്രീസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ ചീപ്പ് ആൻഡ് കൺവീനിയൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇതെന്താണ്? കൺവീനിയൻ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചീപ്പായിട്ടുള്ള എന്താണ്? സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജ് ടു ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെയാണ് നേട്ടങ്ങൾ എന്നുള്ളതാണ്. ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടാവുക? ദേ എൻജോയ് വോട്ടിംഗ് റേറ്റ്. അവർക്ക് എന്തുണ്ടാവും? വോട്ടിംഗ് റേറ്റ് ഉണ്ടാകും. ദേ മേ ഗെറ്റ് ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇൻ ദി ഇയേഴ്സ് ഓഫ് ലാർജർ പ്രോഫിറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഡിവിഡൻറ്റും കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടും. എന്നാലും പ്രിഫറൻസ് ഷെയർ ആകുമ്പോൾ ഫിക്സ്ഡ് ആയതുകൊണ്ട് അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ദെൻ നെക്സ്റ്റ്, ദേ മേ ഗെറ്റ് ബോണസ് ഷെയർ. ബോണസ് ഷെയറുകൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. ദേ മേ ഗെറ്റ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഇൻ ദി വാല്യൂ ഓഫ് ദെയർ ഷെയർ. ഷെയറിൻ്റെ വാല്യൂ അനുസരിച്ച് എന്തെങ്കിലും ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടും. ദേ ക്യാൻ സെൽ ഷെയർസ് ഇൻ ദി ഷെയർ മാർക്കറ്റ് ടു ഗെറ്റ് ലിക്വിഡ് ഫണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ മാർക്കറ്റിൽ ഇതിനെ സെല്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇവിടെ ഡിസഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് ടു കമ്പനി. ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്നാമതാണ്, ഇഫ് ഓൺലി ഇക്വിറ്റി ഷെയർ ആർ ഇഷ്യൂഡ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി നോട്ട് പോസിബിൾ. ഇക്വിറ്റി ഷെയർ മാത്രമാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി പോസിബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓണേഴ്സ് ഡെപ്റ്റ് മാത്രം പോരാ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി എക്സസ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ മേ ബി റിസൾട്ട് ഓവർ ക്യാപിറ്റലൈസേഷൻ. കൂടുതൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവർ ക്യാപിറ്റലൈസേഷനിലേക്ക് മാറും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ്, ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ഈസ് ഹയർ. ഇക്വിറ്റി ഷെയർ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും പൊതുവേ. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഇക്വിറ്റി ഡിവിഡൻഡ് ഈസ് നോട്ട് ടാക്സ് ഡിഡക്റ്റിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ. ദെൻ ദി ഇഷ്യൂ ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ മേ റെഡ്യൂസ് ദി ഏർണിംഗ് പെർ ഷെയർ. പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഏർണിംഗ് പെർ ഷെയർ എന്ത് ചെയ്യും? അവിടെ കുറക്കും എന്നുള്ളതാണ്. ഇനി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ദി ഇൻകം ഈസ് നോട്ട് ഓൺലി ഇറഗുലർ ബട്ട് ഓൾസോ അൺസർട്ടൈൻ.
ഇൻകം എന്ന് പറയുന്നത് ഇറഗുലർ മാത്രമല്ല, അത് അൺസേർട്ടൈൻ കൂടെയാണ്. അതായത് നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റില്ല, അൺസേർട്ടൈൻ ആണ്, സെർട്ടൈൻ അല്ല. ദേ മേ ഗെറ്റ് ലെസ് ഓർ നത്തിങ് ഇൻ ദി ഇവൻ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. ചിലപ്പോൾ കുറച്ച് എമൗണ്ടേ കിട്ടും, വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ചിലപ്പോൾ തീരെ കിട്ടുകയില്ല എന്നുള്ളതാണ്. ദെൻ ഇഫ് ദി ഏർണിങ്സ് ഡു നോട്ട് ഇൻക്രീസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദി അഡീഷണൽ ഷെയർ ഇഷ്യൂഡ്, ദി ഏർണിംഗ് പെർ ഷെയർ വിൽ ഫാൾ എന്നുള്ളതാണ്. അതായത് ഏർണിംഗ് ഡു നോട്ട് ഇൻക്രീസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദി അഡീഷണൽ ഷെയറിന് പ്രൊപ്പോർഷണലായിട്ട് ഏർണിംഗ് കൂടിയിട്ടില്ലെങ്കിൽ EPS കുറയും, ഏർണിംഗ് പെർ ഷെയർ കുറയും എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന വേറൊരു ടേം ആണ് സീറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. സീറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി ടു എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ്. ഒരു സ്ഥാപനത്തിൻ്റെ എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ ഡിസ്കൗണ്ടിലായിട്ട്, അറ്റ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, ഡിസ്കൗണ്ടിലായിട്ടോ അല്ലെങ്കിൽ ക്യാഷ് അല്ലാത്ത വേറെ എന്തെങ്കിലും കൺസിഡറേഷനിലോ ഇഷ്യൂ ചെയ്യുന്നതാണെന്ത് സീറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് നോൺ വോട്ടിംഗ് ഷെയർ എന്ന് പറയുന്നത്. നോൺ വോട്ടിംഗ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഷെയർ വിച്ച് ബിലോങ്സ് ടു എ ക്ലാസ് ദാറ്റ് ഹാസ് നോ വോട്ടിംഗ് റേറ്റ്. വോട്ടിംഗ് റേറ്റ് ഇല്ലാത്ത ഷെയറിനെയാണ് നമ്മൾ എന്ത് പറയുക, നോൺ വോട്ടിംഗ് ഷെയർസ് എന്ന് പറയുന്നത്. വോട്ടിംഗ് റേറ്റ് ഇല്ലാത്ത ഷെയറാണ് എന്ത്, നോൺ വോട്ടിംഗ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി പ്രിഫറൻസ് ഷെയർ ആണ്. പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, ഇതിൻ്റെ പ്രിഫേർഡ് സ്റ്റോക്ക് എന്ന് പറയും. അതായത് പ്രിഫറൻഷ്യൽ ഷെയർസ് കേരീസ് എ പ്രിഫറൻഷ്യൽ റേറ്റ് ഓവർ ഇക്വിറ്റി ഷെയർ ആസ് റിഗാർഡ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിലും പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡിലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാളും പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് എന്തുണ്ട്, ഒരു പ്രിഫറൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയറിന് മുകളിൽ എന്താണ്, ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് കൊടുക്കുന്നത്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റീപെയ്ഡ് ബിഫോർ ഇക്വിറ്റി ഷെയർ റീപെയ്ഡ്. ഇക്വിറ്റി ഷെയർ റീപേയ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, പ്രിഫറൻസ് ഷെയർ റീപേയ്മെൻറ്റ് നടത്തും എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ്. ഓക്കെ, എന്തൊക്കെയാണ്? ഒന്നാമത്തത് ദി റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് ഫിക്സ്ഡ്. പ്രിഫറൻസ് ഷെയറിൻ്റെ മുകളിൽ എന്താണ്, ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടായിരിക്കും. ഇനി ഡിവിഡൻഡ് ഈസ് ടു ബി പെയ്ഡ് ബിഫോർ പേയിങ് ഓൺ ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് കൊടുക്കുന്നതിൻ്റെ മുമ്പ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് കൊടുക്കുമെന്നുള്ളതാണ്. മൂന്നാമത്തത് അറ്റ് ദി ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. ആ ഒരു കമ്പനി പൂട്ടുന്ന സമയത്ത് ക്യാപിറ്റൽ ആദ്യം കൊടുക്കുന്ന ആർക്കാണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. എന്നിട്ട് മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നുള്ളൂ. നാലാമത്തേത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഹാവ് എനി വോട്ടിംഗ് റേറ്റ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തില്ല, വോട്ടിംഗ് റേറ്റ് ഇല്ല. ചില സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിലല്ലാതെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റേറ്റ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ വരുന്നത്. ദീസ് ആർ റെഡീമബിൾ വിത്തിൻ എ പീരീഡ് നോട്ട് എക്സീഡിങ് 20 years. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്തതിൻ്റെ 20 വർഷത്തിനുള്ളിൽ എന്താണ്, അത് റിഡീം ചെയ്യും എന്നുള്ളതാണ്. ഇനി നോൺ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ഡു നോട്ട് ക്രിയേറ്റ് എനി ചാർജ് ഓൺ ദി അസറ്റ് ഓഫ് ദി കമ്പനി. അതായത് നമ്മൾ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് അസറ്റിൻ്റെ മുകളിലൊരു എന്ത് ചെയ്യുന്നില്ല, ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ ഹൈബ്രിഡ് സെക്യൂരിറ്റി എന്നാണ് പ്രിഫറൻസ് ഷെയറിനെ പറയുക. കാരണം എന്താണ്, ഇത് കുറച്ച് ഫീച്ചേഴ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെയും കുറച്ച് ഫീച്ചേഴ്സ് ഡിവെഞ്ചേഴ്സിൻ്റെതുമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഹൈബ്രിഡ് സെക്യൂരിറ്റി എന്നാണ് പറയുക. ഓക്കെ, വൈ പ്രിഫറൻസ് ഷെയർ കോൾഡ് ഹൈബ്രിഡ് സെക്യൂരിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ദിസ് ഇസ് ബിക്കോസ് ഇറ്റ് ഹാസ് സം ഫീച്ചേഴ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് സം ഫീച്ചേഴ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതിലൊന്നാമതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ദി അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഇഫ് എനി, എന്തെങ്കിലും അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ആർ കേരീഡ് ഫോർവേഡ്, അടുത്ത വർഷത്തേക്ക് അത് കേരി ഫോർവേഡ് ചെയ്യും. ആൻഡ് പെയ്ഡ് ഔട്ട് ഓഫ് ദി പ്രോഫിറ്റ് ഓഫ് ദി സബ്സിക്വൻറ്റ് ഇയർ. നെക്സ്റ്റ് വരുന്ന വർഷത്തെ പ്രോഫിറ്റിൽ നിന്നും അതിനെന്ത് ചെയ്യും, നമ്മൾ കൊടുക്കും. അങ്ങനെയുള്ളതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് ഒരു വർഷം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ വർഷത്തെ ഡിവിഡൻഡ് അടുത്ത വർഷത്തേക്ക് കേരി ഫോർവേഡ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നടത്തുന്നതാണ് എന്ത്, അടുത്ത വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് പേയ്മെൻറ്റ് നടത്തുന്നതാണ് എന്ത്, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ദി അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഡി നോട്ട് അക്യുമുലേറ്റ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അടുത്ത വർഷത്തേക്ക് കേരി ഫോർവേഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെ പ്രോഫിറ്റിൽ നിന്നും ഡിവിഡൻഡ് കൊടുക്കുകയില്ല. അത്തരം പ്രിഫറൻസ് ഷെയറിനെ നമ്മൾ എന്ത് പറയും, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയും.
ഇനി അടുത്തതാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ. പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ മനസ്സിലാകും, ഈ ഒരു ഷെയർസിന് എന്തുണ്ട്, ഹാവ് ദി റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി സർപ്ലസ് പ്രോഫിറ്റ്. ഒരു ഓർഗനൈസേഷൻ്റെ സർപ്ലസ് പ്രോഫിറ്റിന് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം വരുന്ന സർപ്ലസ് പ്രോഫിറ്റിൽ എന്തുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളതാണ്, റൈറ്റ് ഉള്ളതാണ് എന്ത്, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ദി ഷെയർസ് ഗെറ്റ് ഓൺലി ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഇവിടെ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കിട്ടുന്നില്ല, സർപ്ലസ് പ്രോഫിറ്റിൽ നിന്നും പോർഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ദീസ് ഡു നോട്ട് ഗെറ്റ് ഷെയർ ഇൻ ദി സർപ്ലസ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ആണ്. കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർ. ദീസ് ഷെയർസ് ആർ ഗിവൺ ദി റൈറ്റ് ഓഫ് കൺവേർഷൻ ഇൻ ടു ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയറിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. വിത്തിൻ്റെ സ്പെസിഫൈഡ് പീരീഡ്, ഒരു പ്രത്യേക പീരീഡ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡിൻ്റെ ഉള്ളിൽ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടൈപ്പാണ് ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ, CCP ഷെയർ എന്ന് പറയും. ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ദീസ് ഷെയർസ് ആർ കൺവേർട്ടബിൾ ഇൻ ടു ഇക്വിറ്റി ഷെയർ ബിറ്റ്വീൻ 3 to 5 years. 5 അല്ലെങ്കിൽ 3 ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, 3 to 5 വർഷത്തിനുള്ളിൽ ഇതിനെ കൺവേർട്ട് ചെയ്യും ഇക്വിറ്റി ഷെയറിലേക്ക്. ഓക്കെ, ദീസ് ഷെയർ ഹോൾഡേഴ്സ് ആർ എൻടൈറ്റിൽഡ് ടു റിസീവ് അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഓൾസോ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഫീച്ചർ, ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവിൻ്റെയും കൺവേർട്ടബിളിൻ്റെയും രണ്ടിൻ്റെയും ഫീച്ചർ ഉൾപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യും, അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എൻ ഓണർഷിപ്പ് സെക്യൂരിറ്റി. എന്നാലോ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹൈബ്രിഡ് സെക്യൂരിറ്റിയാണ്. പ്രിഫറൻസ് ഷെയർ ഒരു ഹൈബ്രിഡ് സെക്യൂരിറ്റിയാണ്. അതായത് ഓണർഷിപ്പും ഉണ്ട്, അതേപോലെ തന്നെ ഡിബഞ്ചേഴ്സിൻ്റെ രണ്ടും ഉൾപ്പെടുന്നതാണ്, ഫീച്ചറും ഉൾപ്പെടുന്നതാണ്. ഇനി ഡിവിഡൻഡ് റേറ്റ് നോട്ട് ഫിക്സ്ഡ് ആണ് ഇക്വിറ്റി ഷെയറിൽ, എന്നാൽ പ്രിഫറൻസ് ഷെയറിൽ ഡിവിഡൻഡ് റേറ്റ് എന്താണ്, ഫിക്സ്ഡ് ആണ്. ഇനി ഇക്വിറ്റി ഷെയർ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ലാസ്റ്റ്, അവസാനമാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. എന്നാൽ പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് പെയ്ഡ് ബിഫോർ പേയിങ് ഇക്വിറ്റി ഡിവിഡൻഡ്. ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് കൊടുക്കും, പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കും എന്നുള്ളതാണ്. ഇനി ഇക്വിറ്റി ഷെയറിൽ ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ് ഓൺലി ഇൻ ദി ഇവന്റ് ഓഫ് വൈൻഡിങ് അപ്പ്. ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് നടത്തുന്നത് ആ സ്ഥാപനം പൂട്ടിയാൽ മാത്രമാണ്. എന്നാൽ പ്രിഫറൻസ് ഷെയറിൽ റീപെയ്ഡ് ആഫ്റ്റർ എ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ്, ഒരു പ്രത്യേക പീരീഡിനുള്ളിൽ, ഡു നോട്ട് എക്സീഡ് 20 years എന്നുള്ളതാണ്. 20 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, റീപേയ്മെൻറ്റ് നടത്തണം. ഒരു പ്രത്യേക പീരീഡിനുള്ളിൽ എന്ത് ചെയ്യും, അതിനെ റീപേയ്മെൻറ്റ് നടത്തും എന്നുള്ളതാണ്. ഇനി ഇക്വിറ്റി ഷെയർ, ദി ഷെയർസ് ഹാവ് വോട്ടിംഗ് റേറ്റ്. ഇക്വിറ്റി ഷെയറിന് എന്തുണ്ട്, വോട്ടിംഗ് റേറ്റ് ഉണ്ട്. എന്നാലോ ഇവിടെ പ്രിഫറൻസ് ഷെയറിന് വോട്ടിംഗ് റേറ്റ് ഇല്ല എന്നുള്ളതാണ്. ഇനി ഇക്വിറ്റി ഷെയറിൽ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് ലോവർ ആണ്, എന്നാൽ പ്രിഫറൻസ് ഷെയറിൽ നോമിനൽ വാല്യൂ ഹയർ ആണ് എന്നുള്ളതാണ്. ഇനി ഇവിടെ ഇക്വിറ്റി ഷെയറിൽ എക്സ്പെൻസ് ഓൺ ഇഷ്യൂ ലോവർ ആണ്, എന്നാൽ പ്രിഫറൻസ് ഷെയറിൽ എക്സ്പെൻസ് ഓൺ ഇഷ്യൂ എന്താണ്, ഹയർ ആണ്. അപ്പോൾ ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർ. ഓക്കെ, ഇനി ഇതിൽ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ്. പ്രിഫറൻസ് ഷെയറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ് ടു കമ്പനി. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് വരുന്നതാണ് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുന്നത് അവിടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ്. പ്രിഫറൻസ് ഡിവിഡൻഡ് ഈസ് പേബിൾ ഓൺലി ഇഫ് ദർ ആർ പ്രോഫിറ്റ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത് ഇറ്റ് ഈസ് എ ലോങ് ടേം സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് ലോങ് ടേം സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആണ്. മൂന്നാമത്തത് പ്രിഫറൻസ് ഷെയർ ഡു നോട്ട് ഹാവ് വോട്ടിംഗ് റേറ്റ് ഇല്ല എന്നുള്ളതാണ്. അത് അഡ്വാൻറ്റേജസ് ആകുന്നത് എങ്ങനെയാണ്? അങ്ങനെ വരുമ്പോൾ ദർ ഈസ് നോ റിസ്ക് ഓഫ് ലോസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല എന്നുള്ളതാണ്. ഇത് നാലാമത്തേത് കമ്പനി ക്യാൻ ടേക്ക് അഡ്വാൻറ്റേജസ് ഓൺ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തത് പ്രിഫറൻസ് ഷെയർസ് ആർ ഇഷ്യൂഡ് വിത്തൗട്ട് എനി ചാർജ് ഓൺ അസറ്റിന് മുകളിൽ പ്രത്യേകിച്ച് ചാർജൊന്നും കൂടിയിട്ടല്ല പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി അഡ്വാൻറ്റേജ് ടു ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ പ്രിഫറൻസ് ഷെയർ ബിഫോർ ഇറ്റ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയറിന് മുകളിൽ കൊടുക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യും, ഇവിടെ ഡിവിഡൻഡ് കിട്ടും എന്നുള്ളതാണ്. ഇനി പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് റിട്ടേൺഡ് ബിഫോർ ഇക്വിറ്റി ക്യാപിറ്റൽ റീപെയ്ഡ്.
ഇക്വിറ്റി ക്യാപിറ്റൽ തിരിച്ചടക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രിഫറൻസ് ഷെയർ കൊടുക്കും. അതെന്താണ്, അതുകൊണ്ട് തന്നെ റിസ്ക് കുറവാണെന്നുള്ളതാണ്. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ഫിക്സഡ് ഇൻകം. ഷെയർ ഹോൾഡേഴ്സിന്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഫിക്സഡ് ഇൻകം കിട്ടുന്നു. ദെൻ ഇഫ് ഡിവിഡൻഡ് ഈസ് ഇൻ അരിയർ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ എക്സസൈസ് വോട്ടിംഗ് പവർ. ഡിവിഡൻഡ് അരിയർ ആയിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് പവർ ഉണ്ടാകുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? കമ്പനിക്കുള്ള ഡിസഡ്വാൻറ്റേജ് ആണ് ആദ്യം നോക്കുന്നത്. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് ഹയർ ആണ്. ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് നോട്ട് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. They are to be redeemed within a period of 20 years. There is no risk in case of losses or inadequate of profit. Any cumulative preference share will become permanent burden. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് വരുന്നത്. ഇനി ഇതിൻ്റെ കമ്പനിക്കുള്ളതാണ് പറഞ്ഞത്. ഇനി ഷെയർ ഹോൾഡേഴ്സിനുള്ള എന്തൊക്കെയാണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് നോ വോട്ടിംഗ് റേറ്റ് ഇല്ല എന്നുള്ളതാണ്. ഹാവ് നോ വോട്ടിംഗ് റേറ്റ്. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഗെറ്റ് എനി ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഇൻ ദി വാല്യൂ ഓഫ് ദെയർ ഷെയർ. ക്യാപിറ്റൽ അപ്രിസിയേഷനും കിട്ടുന്നില്ല. അതേപോലെ ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഗെറ്റ് ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇൻ ദി ഇയർ ഓഫ് ഹയർ പ്രോഫിറ്റ്. പ്രോഫിറ്റ് കൂടുമ്പോൾ ഡിവിഡൻഡ് കൂട്ടുന്നൊന്നുമില്ല. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഹാവ് എനി ചാർജ് ഓൺ ദി അസറ്റ്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സിന് എന്തില്ല, കമ്പനിയുടെ അസറ്റിന് മുകളിൽ ഒരു ചാർജും ഇല്ല എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത് സോഴ്സ് ഓഫ് ഫിനാൻസിലെ ഷെയർസ് എന്ന് പറയുന്ന പാർട്ടാണ്. ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും നന്നായിട്ട് വായിച്ചു നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.